മലപ്പുറം ജില്ലയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിലൊന്നായ പെരിന്തൽമണ്ണ അടുത്ത കാലത്തായി അഭൂതപൂർവമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. മഞ്ചേരിയിൽ നിന്ന് 24 കിലോമീറ്ററും മലപ്പുറത്ത് നിന്ന് 22 കിലോമീറ്ററും തിരൂരിൽ നിന്ന് 40 കിലോമീറ്ററും ദൂരെ കിടക്കുന്ന പെരിന്തൽമണ്ണ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായി അറിയപ്പെടുന്നു. ഇവിടെ നിന്നും പാലക്കാടേക്ക് 60 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നാട്ടുകാർ അത് ഉപയോഗിക്കുന്നത് കുറവാണ്. നഗരത്തിൻ്റെ ഒരറ്റത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബസ് സ്റ്റേഷൻ എല്ലാവർക്കും വേണ്ട പോലെ പ്രയോജനപ്പെടുന്നില്ല. അതുകൊണ്ട് റോഡരികിൽ ബസ് കാത്തു നിന്നാണ് കൂടുതൽ ആളുകളും ബസ്സുകളിൽ കയറിപ്പറ്റുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം KSRTC ബസ് സ്റ്റേഷൻ കുറെ കൂടി സൗകര്യമുള്ളതും നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഉണ്ടാക്കിയതുമാണ്. ദീർഘദൂര യാത്രക്കാർ കൂടുതലായി KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നത് ഇത്തരത്തിൽ സൗകര്യപ്രദമായ ഒരു സ്ഥാനത്ത് KSRTC ബസ് സ്റ്റാൻഡ് നിലകൊള്ളുന്നത് കൊണ്ടാണ്. പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ പൊതുവായി കാറിൽ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പെരിന്തൽമണ്ണക്കാർ കാറിൽ യാത്ര ചെയ്യുന്നത് അന്തസ്സിന് ചേർന്നതാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കാറുകൾ വിൽക്കുന്ന ഷോറൂമുകളും കാറുകളുടെ ആക്സസറികൾ വിൽക്കുന്ന ഷോറൂമുകളും കാറുകൾ റിപ്പയർ ചെയ്യുന്ന കടകളും ധാരാളമായി ഉയർന്നു വന്നിട്ടുണ്ട്. കാറുകൾ പോളിഷ് ചെയ്യുന്നതും അതുപോലെയുള്ള അനുബന്ധ വ്യവസായങ്ങളും പെരിന്തൽമണ്ണയിൽ നല്ലപോലെ വികസിച്ചിട്ടുണ്ട്. കണ്ടമാന ആളുകൾ കാറുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ട് വാഹനപ്പെരുപ്പം ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്കും ഗൗരവമായി വളർന്നു വന്നിട്ടുണ്ട്. സുഗമമായ ട്രാഫിക് ഒഴുക്ക് ഒരു നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് പെരിന്തൽമണ്ണക്കാർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ വേണ്ട കർക്കശമായ നടപടികൾ സ്വീകരിക്കുവാൻ പെരിന്തൽമണ്ണയിലെ പ്രാദേശിക സർക്കാരുകൾ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. മലപ്പുറം ജില്ലയിൽ ഏറ്റവും മികച്ച ഭക്ഷണം കിട്ടുന്ന ഒരു നഗരമായി പെരിന്തൽമണ്ണ അറിയപ്പെടുന്നു. നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മികച്ച റെസ്റ്റോറൻറ്റുകൾ ഉയർന്നു വന്നു കഴിഞ്ഞു. കൂടുതലായും അറേബ്യൻ ശൈലിയിലുള്ള ഭക്ഷണത്തിനാണ് പെരിന്തൽമണ്ണയിൽ പോപ്പുലാരിറ്റി ഉള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ധാരാളമായി ഉള്ളതുകൊണ്ട് പെരിന്തൽമണ്ണക്കാർക്ക് അറേബ്യൻ ഭക്ഷണത്തിൻ്റെ രുചികൾ ഇഷ്ടമായി കഴിഞ്ഞു. കുറെ കൂടി എക്സ്പെൻസീവായ ഒരു ഭക്ഷണ രീതിയാണ് പെരിന്തൽമണ്ണക്കാർക്കിടയിൽ കാണുന്നത്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിനാണ് എല്ലാവർക്കും താല്പര്യം. പലതരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് ജോയിൻറ്റുകൾ നഗരത്തിൽ സമൃദ്ധമായി കാണുവാൻ പറ്റും. ഉയർന്ന ക്വാളിറ്റിയുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് ഉയർന്ന വില നൽകുവാൻ നാട്ടുകാർ തയ്യാറായിട്ടുണ്ട്. ആരോഗ്യത്തിനേക്കാൾ കൂടുതലായി രുചിയും ഫാഷനും നോക്കിയാണ് പെരിന്തൽമണ്ണക്കാർ ഭക്ഷണം കഴിക്കുന്നത്. ആരോഗ്യമേഖലയിൽ വമ്പിച്ച വളർച്ചയുണ്ടായ ഒരു നഗരമാണെങ്കിലും ഇവിടെയുള്ള നാട്ടുകാർക്ക് ആരോഗ്യത്തിൽ വലിയ ശ്രദ്ധയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആശുപത്രികളുടെ നഗരമായി പെരിന്തൽമണ്ണ അറിയപ്പെടുന്നു. 4 സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു പുറമെ ഒരു മെഡിക്കൽ കോളേജും ചെറുതും ഇടത്തരവുമായ നിരവധി ആശുപത്രികളും ക്ലിനിക്കുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലായ EMS സ്മാരക ആശുപത്രി പെരിന്തൽമണ്ണയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിനു പുറമെ രാമദാസ് ഹോസ്പിറ്റൽ, അൽഷിഫ ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, MES ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അൽസലാമ ഹോസ്പിറ്റൽ എന്നിവയും പെരിന്തൽമണ്ണയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിൽ ധാരാളം ആശുപത്രികൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു വലിയ ജനസംഖ്യ ഇവിടെ താമസിക്കുന്നുണ്ട്. വീട്ടുവാടക ഉയരുവാനും ധാരാളം ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കാണപ്പെടുവാനും കാരണമായത് ഇത്തരത്തിലുള്ള ആശുപത്രികളുടെ സാന്നിധ്യമാണ്. അതിനു പുറമെ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉയർന്ന എണ്ണത്തിൽ താമസിക്കുന്നതുകൊണ്ട് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനാണ് പെരിന്തൽമണ്ണയിൽ പ്രാധാന്യം. MBBSന് പുറമെ നഴ്സിംഗും ഫാർമസ്യൂട്ടിക്കൽ കോഴ്സുകളും പാരാമെഡിക്കൽ കോഴ്സുകളും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുട്ടികളെ മികച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് പെരിന്തൽമണ്ണക്കാർക്ക് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പബ്ലിക് സ്കൂളുകളും ധാരാളമായി കാണുവാൻ പറ്റും. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി കിട്ടാൻ എളുപ്പമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പെരിന്തൽമണ്ണയിൽ വലിയ സാധ്യതയാണ്. പെരിന്തൽമണ്ണയിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ടെക്നിക്കൽ ഹൈസ്കൂൾ, പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, പൂക്കോയത്തങ്ങൾ സ്മാരക ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, MES മെഡിക്കൽ കോളേജ് എന്നിവ. യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള കോഫി ഷോപ്പുകൾ പെരിന്തൽമണ്ണക്കാർക്ക് ശീലമായി കഴിഞ്ഞു.
നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും പാശ്ചാത്യ രീതിയിലുള്ള കോഫി ഷോപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാഷനബിളായ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കോഫി ഷോപ്പുകൾ സന്ദർശിക്കുന്നതും മികച്ച കോഫിയും പലഹാരങ്ങളും കഴിക്കുന്നതും ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. അതിനു പുറമെ ലഘുഭക്ഷണവും കോഫി ഷോപ്പുകളിൽ പലപ്പോഴും ലഭ്യമാകുന്നുണ്ട്. പാൽപത്രിയും ബീഫ് ചോപ്സും പുട്ടും മട്ടൻ കറിയും അപ്പവും ഇടിയപ്പവും എഗ് റോസ്റ്റും കോഫി ഷോപ്പുകൾ മുന്നോട്ട് വെക്കുന്ന വിഭവങ്ങളാണ്. ചൂടുള്ള കാലാവസ്ഥയായതുകൊണ്ട് ധാരാളം കൂൾ ബാറുകളും നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണുവാൻ പറ്റും. അവിൽ മിൽക്ക് പോലെയുള്ള നാടൻ വിഭവങ്ങൾക്കാണ് പെരിന്തൽമണ്ണയിൽ കൂടുതൽ ഡിമാൻഡുള്ളത്. അതുപോലെ ഫലൂദയും ഫ്രൂട്ട് സാലഡും പെരിന്തൽമണ്ണക്കാർക്ക് ഇഷ്ടപ്പെട്ട കൂൾ ബാർ വിഭവങ്ങളാണ്. ഒരു ദിവസം തന്നെ 2-3 തവണ കൂൾ ബാറുകൾ കയറിയിറങ്ങി ചൂടുകാലത്തെ അതിജീവിക്കുവാൻ പെരിന്തൽമണ്ണക്കാർക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൂൾ ബാറുകൾ നടത്തി നല്ലപോലെ കാശുണ്ടാക്കുവാൻ വ്യാപാരികൾക്കും ഒരു അവസരം ഇവിടെ കൈവന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണക്കാർക്ക് ഉയർന്ന രാഷ്ട്രീയ ബോധം കാണുവാനുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജന്മദേശമായ പെരിന്തൽമണ്ണ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്നു. അതേസമയം മുസ്ലിം ലീഗും കോൺഗ്രസും പോലെയുള്ള പാർട്ടികൾക്കും ഇവിടെ വലിയ ശക്തിയുണ്ട്. വിക്കിപീഡിയയുടെ പെരിന്തൽമണ്ണ പേജിൽ EMS നമ്പൂതിരിപ്പാടിനെക്കുറിച്ചും EMS ആശുപത്രിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ കുത്തിത്തിരുകുവാനാണ് കമ്മ്യൂണിസ്റ്റ് എഡിറ്റർമാർ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അവ നീക്കം ചെയ്ത് കോൺഗ്രസ് ആശുപത്രികളെക്കുറിച്ചും മുസ്ലിം ലീഗ് ആശുപത്രികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ചേർക്കുവാനാണ് UDF അനുകൂല എഡിറ്റർമാർ ശ്രമിച്ചത്. പരസ്പരമുള്ള ഈ എഡിറ്റ് വാറിൽ അനേക തവണ പെരിന്തൽമണ്ണ പേജ് എഡിറ്റ് ചെയ്യപ്പെടുകയും വിവരങ്ങൾ മാറി മറിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ എഡിറ്റ് ബാർ വിക്കിപീഡിയ അഡ്മിനിസ്ട്രേറ്റർ യമഗുച്ചിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇപ്പോൾ പെരിന്തൽമണ്ണ പേജ് ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ എഡിറ്റർമാർക്ക് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ചേർക്കുവാൻ വിക്കിപീഡിയ അഡ്മിനിസ്ട്രേറ്റർ യമഗുച്ചിയുടെ തടസ്സങ്ങൾ ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ മറ്റു നഗരങ്ങൾ മുസ്ലിം ലീഗ് ആധിപത്യത്തിൽ മോണോകൾച്ചർ സംവിധാനത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും പെരിന്തൽമണ്ണയിൽ ഒരു മൾട്ടി കൾച്ചറൽ സംവിധാനമാണ് കാണുവാൻ പറ്റുന്നത്. മുസ്ലിം ലീഗുകാർക്ക് പുറമെ കമ്മ്യൂണിസ്റ്റുകാരുടെയും അതുപോലെ പുറംനാട്ടുകാരുടെയും സംസ്കാരം പെരിന്തൽമണ്ണയിൽ നിറഞ്ഞിരിക്കുന്നു. പെരിന്തൽമണ്ണയ്ക്ക് ഒരു സെക്യുലർ അറ്റ്മോസ്ഫിയറും മൾട്ടി കൾച്ചറൽ അറ്റ്മോസ്ഫിയറും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചത് ബിസിനസ്സിന് വമ്പിച്ച വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം ഷോപ്പിംഗ് അവസരങ്ങളും ഈ നഗരം മുന്നോട്ട് വെക്കുന്നു. ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ ഒഴുക്കുകൊണ്ട് വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉയർന്നു വരികയും അവയിൽ ധാരാളം കസ്റ്റമേഴ്സിനെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ടൗണിലേക്ക് ഇറങ്ങുന്ന പെരിന്തൽമണ്ണക്കാർ കീശയിൽ 5000-ഉം 10,000 രൂപ കരുതിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് കച്ചവടക്കാർക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ ലഭിക്കുവാനും വേണ്ട പോലെ ലാഭമുണ്ടാക്കുവാനും പെരിന്തൽമണ്ണയിൽ അവസരങ്ങൾ കൂടുതലാണ്. അതുപോലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു വലിയ ജനസംഖ്യ ഇവിടെ ഉള്ളതുകൊണ്ടും കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾക്ക് വമ്പിച്ച ഡിമാൻഡാണ്. ലക്ഷറി ഉൽപ്പന്നങ്ങളും ഇവിടെ നല്ലപോലെ ചിലവാകുന്നുണ്ട്. കയ്യിൽ കാശുള്ളവരാണ് പെരിന്തൽമണ്ണക്കാർ. അത് ചെലവഴിക്കാൻ അവർക്ക് മടിയില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പെരിന്തൽമണ്ണയിലെ മനോഹരമായ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും അമ്പലങ്ങളും ഈ നാട്ടിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി എടുത്തു കാണിക്കുന്നു. കാസർഗോഡും കണ്ണൂരും കാണുന്നത് പോലെയുള്ള ഒരു അഭിവൃദ്ധി ഇവിടെ ഇല്ലെങ്കിലും മലപ്പുറം ജില്ലയിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായി പെരിന്തൽമണ്ണ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായും പെരിന്തൽമണ്ണ അറിയപ്പെടുന്നുണ്ട്. അങ്ങാടിപ്പുറം പ്രദേശത്ത് അനേകം ക്ഷേത്രങ്ങളുള്ളതുകൊണ്ട് ടൂറിസ്റ്റുകൾ കൂടുതലായി അങ്ങാടിപ്പുറത്തേക്കാണ് വരുന്നത്. കൂടുതൽ ലോഡ്ജുകളും ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങാടിപ്പുറത്താണ്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുമുണ്ട്. നിലമ്പൂർ ഷൊർണൂർ ലൈനിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥാനം. ഈ റെയിൽവേ സ്റ്റേഷൻ കാട്ടുപാതയിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഈ റെയിൽവേ ലൈൻ കാണുവാൻ വേണ്ടി മാത്രമായും വരുന്നുണ്ട്. പട്ടിക്കാട്, ചെറുകര, അങ്ങാടിപ്പുറം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകൾ പെരിന്തൽമണ്ണയോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചുരുങ്ങിയ ചെലവിൽ കംഫർട്ടബിളായി ഷൊർണൂരിൽ എത്തിച്ചേരാൻ അങ്ങാടിപ്പുറത്ത് നിന്ന് തീവണ്ടിയിൽ കയറിയാൽ മതിയെങ്കിലും പെരിന്തൽമണ്ണക്കാർ ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അല്പസ്വല്പം സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ കാറിലാണ് യാത്ര ചെയ്യുന്നത്. തീവണ്ടി പോലെ കംഫർട്ടബിളായ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഒരു നല്ല ജീവിതശൈലിയാണെന്ന് പെരിന്തൽമണ്ണക്കാർക്ക് അറിയുകയില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ അവബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൊടിക്കുത്തി മല പോലെയുള്ള മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ നഗരമധ്യത്തിൽ കുളിരുമല എന്ന ട്രക്കിംഗ് ഡെസ്റ്റിനേഷനുമുണ്ട്.
പാലൂർ കോട്ടയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പൂന്താനം ഇല്ലം ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ മാർവലാണ്. മലപ്പുറം ജില്ലയിലെ ഒരു താലൂക്കാണ് പെരിന്തൽമണ്ണ. അതിനു പുറമെ ബ്ലോക്ക് ആസ്ഥാനവും മുനിസിപ്പാലിറ്റിയും കൂടിയാണ്. പെരിന്തൽമണ്ണയുടെ വടക്ക് ഭാഗത്ത് അങ്ങാടിപ്പുറം വെട്ടത്തൂർ പഞ്ചായത്തുകളാണ്. കിഴക്ക് ഭാഗത്ത് താഴേക്കോട് ആലിപ്പറമ്പ് പഞ്ചായത്തുകളുമാണ്. തെക്ക് ഭാഗത്ത് ഏലംകുളം പഞ്ചായത്താണ്. പടിഞ്ഞാറ് ഭാഗത്ത് വീണ്ടും അങ്ങാടിപ്പുറം പഞ്ചായത്താണ് കാണുന്നത്. പണ്ടുകാലത്ത് വള്ളുവനാട് ദേശത്തിൻ്റെ ഹൃദയമായിരുന്നു പെരിന്തൽമണ്ണ. ജ്ഞാനപ്പാനയുടെ കർത്താവായ പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലം ഈ നഗരത്തിന് പണ്ടുകാലത്ത് വലിയ പേരുണ്ടാക്കി. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജന്മസ്ഥലമായ ഏലംകുളം സന്ദർശിക്കുവാൻ ധാരാളം കമ്മ്യൂണിസ്റ്റ് ടൂറിസ്റ്റുകൾ പെരിന്തൽമണ്ണയിൽ വരുന്നു. പെരിന്തൽമണ്ണ എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല തിയറികളുമുണ്ട്. പണ്ടുകാലത്ത് അങ്ങാടിപ്പുറത്ത് പെരുന്തല്ല് എന്ന പേരിൽ ഒരു മത്സരം അരങ്ങേറിയിരുന്നു. പെരുന്തല്ല് നടക്കുന്ന സ്ഥലം പിന്നീട് പെരിന്തൽമണ്ണയായി എന്നാണ് ഐതിഹ്യം. ഇപ്പോഴും ഈ സമരവീര്യം പെരിന്തൽമണ്ണക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് വലതുപക്ഷക്കാരായ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഇടതുപക്ഷക്കാരായ കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നേറ്റം ചെറുത്തു നിൽക്കുവാൻ പെരിന്തൽമണ്ണയിൽ ശ്രമിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാത 966 പെരിന്തൽമണ്ണയിൽ കൂടി കടന്നു പോകുന്നു. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊണ്ടോട്ടിയിൽ 45 കിലോമീറ്റർ ദൂരെയാണ്. ധാരാളം സർക്കാർ സ്ഥാപനങ്ങളും പെരിന്തൽമണ്ണയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. റവന്യൂ ഡിവിഷണൽ ഓഫീസും താലൂക്ക് ഓഫീസും മിനി സിവിൽ സ്റ്റേഷനും താലൂക്ക് സപ്ലൈ ഓഫീസും നഗരസഭാ കാര്യാലയവും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും സബ് രജിസ്ട്രാർ ഓഫീസും സബ് ഡിവിഷണൽ പോലീസ് ഓഫീസും ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനും ഇവിടെയുണ്ട്. മഞ്ചേരിയിലും തിരൂരിലും മലപ്പുറത്തും ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകൾ കിട്ടാൻ എളുപ്പമുണ്ട്. എന്നാൽ പെരിന്തൽമണ്ണയിൽ ധാരാളം ബിസിനസ് യാത്രക്കാർ വരുന്നതുകൊണ്ട് ലോഡ്ജുകൾക്ക് വാടക കൂടുതലാണ്. കോഴിക്കോട് റോഡിൽ ഹൈടൗൺ ഹോട്ടൽ 2000 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. ശാന്തിനഗറിൽ MPS റോയൽ സ്യൂട്ട്സ് 2500 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. ശാന്തിനഗറിൽ തന്നെ SM റെസിഡൻസി 1200 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. കോഴിക്കോട് റോഡിൽ വാവാസ് ഇൻ ആൻഡ് സീറ്റ്സ് 2000 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അങ്ങാടിപ്പുറത്ത് ബ്ലൂ മൗണ്ട് റെസിഡൻസി 600 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു.